മാതൃവിദ്യാലയത്തിൽ തിരികെയെത്തി സ്നേഹവും ആദരവും ഏറ്റുവാങ്ങി 19-ാം വയസ്സിൽ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ മലപ്പുറത്തെ മറിയം ജുമാന. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS സ്കൂളാണ് അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾക്ക് വേദിയായത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. മലപ്പുറം സ്വദേശിനിയായ മറിയം ജുമാന 10 വർഷം മുമ്പാണ് കാഞ്ഞങ്ങാട് കടപ്പുറം PPTS സ്കൂളിൽ പഠനം നടത്തിയത്. ഇവിടേക്ക് വീണ്ടും ഒരിക്കൽ കൂടി മടങ്ങിയെത്തിയാണ് ഇപ്പോൾ 19-ാം വയസ്സിൽ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് എന്ന അതിശയകരവും അനിതര സാധാരണവുമായ നേട്ടത്തിനുടമയായ ഈ മിടുക്കി സകലരുടെയും സ്നേഹാദരവ് ഏറ്റുവാങ്ങിയത്. ഖത്തീബ് കൂടിയായ പിതാവ് ഉമർ ഫൈസി ജോലി ചെയ്തിരുന്ന കാലത്താണ് ജുമാന ഈ വിദ്യാലയത്തിൽ 2 വർഷക്കാലം പഠനം നടത്തിയത്. ഈയൊരു അഭിമാനം കൂടി മുൻനിർത്തി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. മഹാനായ APJ അബ്ദുൽ കലാമിന്റെ ആഹ്വാനവും ആപ്തവാക്യവുമാണ് ജുമാന സ്വജീവിതത്തിലൂടെ അന്വർത്ഥമാക്കിയിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് എന്ന പുസ്തകം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ പുസ്തകത്തിൽ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് സ്വപ്നം കാണാൻ കഴിയുന്നവർക്ക് സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജുമൈന എന്നോട് പറഞ്ഞ് അത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. APJ അബ്ദുൽ കലാമിൻ്റെ ആ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് സ്വപ്നം കാണുവാനും ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുമുള്ള പ്രചോദനമെന്ന് ഈ കുട്ടി ഇപ്പോൾ എന്നോട് പറയുകയില്ല. നമ്മുടെ ചെയർപേഴ്സൺ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാ മതങ്ങളും എല്ലാ ജാതികളും ഏത് സംസ്കാരങ്ങളും ഒക്കെ ആയാലും വിദ്യാഭ്യാസത്തിനാണ് മുൻതൂക്കം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് എന്ന്. പക്ഷേ നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ, നമ്മുടെ ഖത്തീബുമാരൊക്കെ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന് എതിരാണ് എന്നുള്ള ഒരു ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിന് എതിരെ നിൽക്കേണ്ട ആളുകളെല്ലാം നമ്മുടെ ഖത്തീബുമാരടക്കമുള്ള പണ്ഡിതന്മാരെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ അധ്യക്ഷയായി. ഹോസ്റ്റർ AEO മിനി ജോസഫ്, നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റെക് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ഒരു ദശാബ്ദത്തിനു മുമ്പ് ഈ സ്കൂളിൽ 3ലും 4ലും പഠിച്ച കാലം ജുമാന ഇന്നലെ എന്നതുപോലെ ഓർമ്മിച്ചെടുത്തു. മലപ്പുറം ജില്ലയിൽ പഠിച്ചു, പിന്നെ 5 തൊട്ട് +2 വരെ മലപ്പുറം ജില്ലയിൽ പഠിച്ചു. അതിൻ്റെ ഇടയിലാണ് ഇവിടെ വന്നത്. പക്ഷെ ഇത്രയും കൊല്ലം പഠിച്ചിട്ടും എനിക്ക് ഇവിടുത്തെ ഒരു മെമ്മറീസ് എൻ്റെ മനസ്സിന്നോ തലയിലൊന്നും പോണില്ല. അതാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലം പറഞ്ഞത്. ഞാൻ പറഞ്ഞ പാർക്ക്, മരം, ആ ഒരു ഇത് എൻ്റെ മനസ്സിന്നും തരില്ല, പോകുന്നില്ല. അത്രയും സ്പെഷ്യലായിരുന്നു. മേ ബി ഇവിടുത്തെ ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സും കാരണത്താലായിരിക്കാം. വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായി ജുമാന ഒരു പാട്ടും പാടി. അന്ന് പഠിപ്പിച്ച ബിന്ദു ടീച്ചർ ജുമാനയെ ഷാളണിയിച്ച് ആദരിച്ചു. അന്നത്തെ സഹപാഠികളായിരുന്ന നാസിലയും മുഫീദയും രാവിലെ ജുമാനയെ കണ്ടപ്പോൾ എടുത്ത ഫോട്ടോ ഫ്രെയിം ചെയ്തെടുത്ത് ഇതേ വേദിയിൽ വെച്ച് ജുമാനയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു. പരിപാടിയിൽ നഗരസഭാ കൗൺസിലർമാരായ CK അഷ്റഫ്, റസിയ ഗഫൂർ, 7 സ്റ്റാർ അബ്ദുൽ റഹ്മാൻ, സ്കൂൾ മാനേജർ PK സുബൈർ, മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഹസൈനാർ, സ്കൂൾ വികസന സമിതി ചെയർമാൻ CH അഹമ്മദ് കുഞ്ഞി ഹാജി, നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് NA ഖാലിദ്, PTA പ്രസിഡന്റ് നജിബുദ്ദീൻ CH, മദർ PTA പ്രസിഡന്റ് റസീന എന്നിവർ ഉപഹാരങ്ങളും ക്യാഷ് അവാർഡുകളും ജുമാനയ്ക്ക് നൽകി. ഷെരീഫ് ബാബ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.